ജീവിതത്തിൽ നമ്മൾ നമ്മുടെ സമൂഹത്തോടോ നമ്മുടെ ചുറ്റുപാടിനോടും നമ്മളുടെ സഹജീവികളോടും നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് അത് ആ സമൂഹം നമ്മൾ പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണമെന്ന് തോന്നും, ചിലത് നീതി നിഷേധമാണെന്ന് മനസ്സിലാക്കും, ചിലത് ഒട്ടും ഗുണകരമല്ല എന്നുള്ളത് തിരിച്ചറിവുണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് എൻ്റെ സിനിമകളും എൻ്റെ എഴുത്തും. ഒരു സിനിമ റിലീസുണ്ട്, അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞിട്ട് ഇതിനോട് പടം ചെയ്തിട്ടില്ലാത്തൊരു ജോണർ സിനിമയാണത്. മാത്രമല്ല അതൊരു 3D ഫിലിമാണ്. ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള അയാളുടെ ഒരു എനർജി ഉണ്ട്. അത് പുതിയ ജനറേഷനിൽ അത്രയും സന്തോഷത്തോടു കൂടി ഞാൻ കാണുന്ന ഒരു ചെറുപ്പക്കാരൻ ടോബി തന്നെയാണ്. പഴയ കാലത്ത് പ്രേംനസീർ സത്യൻ ചെയ്തിരുന്ന കാലത്ത്, മധു സാർ ചെയ്തിരുന്ന കാലത്ത് അല്ല ഇപ്പോഴുള്ള ജനറേഷൻ സിനിമ ചെയ്യുമ്പോൾ. അപ്പം ആ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ടെക്നോളജി മാറുന്നതിനനുസരിച്ച്, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡുകൾ മാറുന്നതിനനുസരിച്ച്, ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവങ്ങൾക്കനുസരിച്ച് നമ്മൾ ലൈവ് അന്ന് കണ്ടിരുന്ന ഒരു രീതിയിലല്ല ഇന്നത്തെ സിനിമ എന്നുള്ളതുണ്ട്. അപ്പോൾ ആ വ്യത്യാസം സിനിമയിലെ എല്ലാ ആക്ടേഴ്സിലും ഇപ്പോഴും ഉണ്ട്. സിനിമ 100% വളരെ സെൻസിബിളായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. കാരണം ഒരുപാട് കളക്റ്റീവായിട്ടൊരു ആർട്ട് ഫോം. ആ ആർട്ട് ഫോമിനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ആളുകളുടെ മുമ്പിലേക്ക് എത്തിച്ചാൽ മാത്രമേ ജനം അത് സ്വീകരിക്കുള്ളൂ. അല്ലാതെ തട്ടിക്കൂട്ട് സിനിമയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഓടില്ല. നമസ്കാരം. യോഗ ന്യൂസിൽ എന്നോടൊപ്പം അതിഥിയായി ചേരുന്നത് ശ്രീ മധുപാലാണ്. സ്വാഗതം സർ. നമസ്കാരം സർ. എങ്ങനെയുണ്ട് ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ? ഓണത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നത് ഒരു സിനിമ റിലീസുണ്ട്, അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞിട്ട് ഇതിനോട് പടം. ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു ജോണർ സിനിമയാണത്. മാത്രമല്ല അതൊരു 3D ഫിലിമാണ്. നമ്മൾ ലൈഫിനകത്ത് അങ്ങനത്തെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പാർട്ടായി മാറുക എന്ന് പറയുന്നൊരു സന്തോഷം ഉണ്ട്. അതാണ് ഈ വർഷത്തെ ഓണത്തിനകത്ത് ഞാൻ കാണുന്ന ഏറ്റവും വലിയ കാര്യമാണ്. കാരണം അതൊരു നല്ല ടീം വർക്കായിരുന്നു. ആ ഒരു ടീം വർക്കിൻ്റെ ഒരു സ്വഭാവം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ടോയ് ഒരു 3 വേഷം ചെയ്യുന്നു. നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ആ പടം ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു ഗുണമുണ്ട്. പിന്നെ പുതിയ ഡയറക്ടർ ജിതിൻ, അയാൾ നന്നായിട്ടത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോമോനുമായിരുന്നു. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ഏറ്റവും യങ് ജനറേഷൻ, ജിതിൻ്റെ ആദ്യത്തെ പടം, ജോമോൻ്റെ കൂടെ സുജിത്ത് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെ ഒരു വളരെ കൃത്യമായൊരു ടീം വർക്ക് ഞാൻ ആ സിനിമയിൽ കണ്ടു. ഞാൻ ആ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ എനിക്ക് അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞൊരു വിഷ്വൽ, ശരിക്കും ഒരു പ്രീ ഷൂട്ടിൻ്റെ വീഡിയോസ് മുഴുവൻ അവർ കാണിച്ചു തന്നുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം അത്തരം രീതിയിലൊരു ടെക്നോളജിയുടെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജനറേഷനോട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതായത് ഇപ്രാവശ്യത്തെ ഓണം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നത് അത് തന്നെയാണ്. സാറേ, ടോവിനോ തോമസിന് വളരെ മികച്ച വേഷം നൽകിയത് സാറായിരുന്നു എനിക്ക് തോന്നുന്നു. ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന് പറയുന്ന സിനിമയിലൂടെ അല്ല, ടോവിക്ക് മികച്ച വേഷം എന്ന് പറയുന്നത് എൻ്റെ സിനിമ മാത്രമൊന്നുമല്ല. അതൊരു അതുവരെ ചെയ്തിട്ടുള്ള ടോവിയുടെ വേറൊരു ജോണറിലുള്ള സിനിമയാണ് ചെയ്തത് മാത്രമല്ല. സാധാരണ നമ്മളെപ്പോഴും പറയാറില്ലേ, ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള അയാളുടെ ഒരു എനർജി ഉണ്ട്. അത് പുതിയ ജനറേഷനിൽ അത്രയും സന്തോഷത്തോടു കൂടി ഞാൻ കാണുന്ന ഒരു ചെറുപ്പക്കാരൻ ടോബി തന്നെയാണ്. അപ്പം ടോബി അത് നന്നായിട്ട് വർക്ക് ചെയ്തു. കാരണം ഞാൻ അയാളുടെ ആദ്യത്തെ സിനിമ മുതൽ നമ്മളയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഇപ്പോൾ അജയൻ്റെ രണ്ടാം വർഷത്തെത്തി നിൽക്കുമ്പോൾ പോലും അയാളുടെ ഒരു വളർച്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അത് വേറൊന്നും ഉണ്ടല്ല, ഒരു ആക്ടർ അയാൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏറ്റവും പെർഫെക്റ്റായിട്ട് നടത്തിയെടുക്കുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ് ഞാൻ മനുഷ്യനിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് കാണുന്നത്. യാതൊരുവിധ ഫുൾ ടൈം സിനിമ അഭിനയത്തെക്കുറിച്ച് മാത്രമാണ് അത് ചിന്തിക്കുന്നത്. അതൊരു നല്ല ശീലമാണ്. മാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ആക്ടർ കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാറിന് ഇപ്പം എനിക്ക് തോന്നുന്നു 90-കൾ മുതൽ, 90-ൻ്റെ ആദ്യ ഭാഗം മുതൽ തന്നെ മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ മധുപാൽ എന്ന് പറയുന്ന ഒരു നടൻ, ഒരു യൂത്ത് ഐക്കൺ എന്നുള്ള ലെവലിൽ മുടിയൊക്കെ നന്നായിട്ട് വളർത്തി താടിയൊക്കെ വെച്ചിട്ട് ആ കാലഘട്ടത്തിൽ ഒരു വ്യത്യസ്തമായ മുഖവുമായി വന്ന ആണല്ലോ. ഇപ്പോൾ സുരേഷ് ഗോപി മുതൽ അല്ലെങ്കിൽ ഒരു ഗുരുവിൽ വളരെ വ്യത്യസ്തമായ നല്ലൊരു വേഷം ആണ് ഹാൻഡിൽ ചെയ്ത്. അപ്പോൾ അങ്ങനെ തലമുറകളിലൂടെ അഭിനയിച്ചു വന്നപ്പോൾ ഇതൊരു കമ്പാരിറ്റീവ് സ്റ്റഡി അർഹിക്കുന്നുണ്ടോ? പഴയകാല സിനിമയിലെ നടന്മാരും
ഇപ്പോഴത്തെ ഒരു ഇല്ല, ഞാൻ അങ്ങനെയല്ല. ഇപ്പം ഓരോ പീരീഡിലും നമ്മൾ വളരെ പണ്ട് ആലോചിക്കേണ്ട കാര്യം ചെയ്യാം. ഈ പഴയ കാലത്ത് സിനിമ ചെയ്യുന്ന സമയത്ത് എല്ലാം സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിരുന്ന, അപ്പോൾ സ്റ്റുഡിയോ വർക്ക് ചെയ്തിട്ട് അത് ഔട്ട്ഡോറിലേക്ക് മാറുന്ന PN മേനോനെ പോലുള്ള ഡയറക്ടേഴ്സ് വന്നപ്പോൾ അത് പുറത്തേക്ക്, അന്നത്തെ ഒരു വാതിൽപ്പുറ ചിത്രീകരണം എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഔട്ട്ഡോർ. അപ്പോൾ ആ ഔട്ട്ഡോർ ഫീല് ഉണ്ടാക്കി ഇപ്പോൾ ആൾക്കൂട്ടത്തിന് നടുവിൽ നമ്മൾ സിനിമ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു കഥയാണ്. അത്രയും ലൈവ് ലൊക്കേഷൻ പോലും ഉപയോഗിച്ചുകൊണ്ട് സിനിമ ചെയ്യുന്നുണ്ട്. അപ്പം ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ആ ചേഞ്ചസിന് അനുസരിച്ച് ആക്ടേഴ്സും അവരുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു കമ്പാരിസൺ എന്ന് പറഞ്ഞില്ല, പഴയ കാലത്ത് പ്രേംനസീർ സത്യൻ ചെയ്തിരുന്ന കാലത്ത്, മധു സാർ ചെയ്തിരുന്ന കാലത്ത് അല്ല ഇപ്പോഴുള്ള ജനറേഷൻ സിനിമ ചെയ്യുമ്പോൾ. അപ്പം ആ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ടെക്നോളജി മാറുന്നതിനനുസരിച്ച്, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡുകൾ മാറുന്നതിനനുസരിച്ച്, ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവങ്ങൾക്കനുസരിച്ച് നമ്മൾ ലൈവ് അന്ന് കണ്ടിരുന്ന ഒരു രീതിയിലല്ല ഇന്നത്തെ സിനിമ എന്നുള്ളത്. അപ്പോൾ ആ വ്യത്യാസം സിനിമയിലെ എല്ലാ ആക്ടേഴ്സിലും ഇപ്പോഴും ഉണ്ടെന്നല്ല. കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് സ്പോട്ട് ഡബ്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മിച്ചൽ ക്യാമറ ചെയ്യുന്ന കാലത്തും ഈ സൈലൻസ് വിളിച്ച് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഓഡിയോ എടുക്കുന്നത് പോലെ ഉണ്ട്. അതേ സ്വഭാവം തന്നെ അതിൻ്റെ അത്രയും തന്നെ പെർഫെക്ഷൻ ഇപ്പോഴും ഉണ്ട്. സിനിമ എന്ന് പറയുന്നൊരു മീഡിയത്തെ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. കാരണം സിനിമ 100% വളരെ സെൻസിബിൾ ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. കാരണം ഒരുപാട് കളക്റ്റീവായിട്ടൊരു ആർട്ട് ഫോം. ആ ആർട്ട് ഫോമിനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ആളുകളുടെ മുമ്പിലേക്ക് എത്തിച്ചാൽ മാത്രമേ ജനം അത് സ്വീകരിക്കുള്ളൂ. അല്ലാതെ തട്ടിക്കൂട്ട് സിനിമയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഓടില്ല. അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ജെന്യുവിനായിട്ട് 100% ചെയ്യുന്ന വർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട്. അത് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സ് ഒരു കണ്ടന്റ് സ്വീകരിക്കുന്ന ആ മോമെൻറ്റ് മുതൽ ഇതിൻ്റെ ഒരു പെർഫെക്ഷനെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആ പെർഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അത് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു പുതിയ വാക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യുക എന്നുള്ളതല്ല. അത് എനിക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്തില്ല എന്ന് പറയുന്ന കാലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ കണക്ഷൻസ് പെർഫെക്റ്റ് ആയാൽ സിനിമ മാറും. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം നമ്മളൊക്കെ പോയാലും സിനിമ എന്ന മീഡിയം അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് മൊമെൻറ്റിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, ഈ എഴുത്തിനെ ഏതൊക്കെ രീതിയിൽ, മീൻസ് ഈ സിനിമ എഴുത്തിനെ തന്നെ ഏതൊക്കെ രീതിയിൽ ബാധിച്ചിട്ടുണ്ടാകും? ഒരു സ്ക്രിപ്റ്റ് നമ്മൾ നോക്കുമ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ആളായിട്ടൊരാൾ വർക്ക് ചെയ്യുന്നു. അപ്പം പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റും ഇപ്പോഴത്തെ സ്ക്രിപ്റ്റും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസപ്പെടുന്നുണ്ടോ? സ്ക്രിപ്റ്റ് എപ്പോഴും ഒരു ബേസ് സാധനമാണ്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിന് ആസ്പദമായിട്ടുള്ള ഒരു ബേസ് മാത്രമാണ്. നമ്മൾ പറയില്ല, ഒരു കെട്ടിടം പണിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകാൻ വേണ്ടി ഒരു ബ്ലൂ പ്രിന്റ് ആവശ്യമാണ്. ആ ബ്ലൂ പ്രിന്റ് മാത്രമാണ് സ്ക്രീൻ പ്ലേ. നമ്മൾ ആ സ്ക്രീൻ പ്ലേ കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നമ്മൾ അതിനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മളൊരു ഇപ്പം പറയല്ലോ, ഇതിലെയാണ് വാതിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാതിൽ വെച്ചിട്ടുണ്ടാവും. അപ്പം ഒരു 10 മീറ്റർ അപ്പുറത്ത് മാറി ഒരു ഹാളിൻ്റെ ഒരു സെൻട്രൽ പോയിന്റിലാണ് നമ്മളൊരു ഒരു വാതിൽ വെച്ചിട്ടില്ലെങ്കിൽ വേണ്ട, അവിടുന്ന് ഒരു 2 മീറ്റർ അപ്പുറത്ത് മാറിയിട്ട് വേണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ ആ വാതിൽ അങ്ങോട്ട് മാറിയേക്കാം. അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന വേറൊരു ഓപ്പൺ ജനൽ അപ്പുറത്ത് വേറെ ഉണ്ടാവാം. അവിടെ ഒരു ഓപ്പൺ ജനൽ ഉണ്ടാവില്ലായിരുന്നു. ഈ മറ്റേ സ്കെച്ചിനകത്ത് അവിടെ ഒരു ജനൽ ഇല്ലായിരുന്നു. നമ്മളൊരു ജനൽ ആഡ് ചെയ്യുന്നു. ഈ രീതിയിലൊരു സ്റ്റെയർ കേസ് ഇങ്ങനെ നോർമൽ ലെവലിലൊരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ ലെവലിലുള്ള സ്റ്റെയർ കേസ് ആയിരുന്നു. അതൊരു സ്പൈറൽ സ്റ്റെയർ കേസിലേക്ക് മാറ്റാമെന്ന് തീരുമാനിക്കുന്നു. ഇങ്ങനെ പോലുള്ള കളക്ഷൻസ് എപ്പോഴും ഈ സ്ക്രിപ്റ്റിനകത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ബേസ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ലാതെ ഒന്നും സിനിമ ചെയ്യാൻ പറ്റില്ല. സ്ക്രിപ്റ്റ് പക്ഷേ ഇല്ല എന്ന് പറഞ്ഞാൽ റിട്ടേൺ ആയിട്ട് കയ്യിലില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് അവരുടെ മനസ്സിലുണ്ടാവും. അതിനനുസരിച്ച് ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ടൊരു നല്ല സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്കൊരു സ്ക്രീൻ പ്ലേ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ സ്ക്രീൻ പ്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ചെറിയ തോതിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ. ആ വ്യത്യാസങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല. സ്ക്രീൻ പ്ലേ വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ സിനിമ ചെയ്തിട്ടുള്ളത്. എല്ലാ സിനിമകളും ഉണ്ടാകുന്നതും ലോകത്ത് എല്ലായിടത്തും സിനിമ ചെയ്യുമ്പോൾ പോലും ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടാവും. അത് ഫൗണ്ടേഷനാണ്, അതിൻ്റെ സ്കെച്ചാണ്. ആ സ്കെച്ച് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എന്തായിരിക്കും? ചിലപ്പം എഴുത്തിനകത്തുള്ള വ്യത്യാസങ്ങളുണ്ടാകും. എഴുതി വെച്ച ചില സ്ക്രിപ്റ്റുകളുണ്ടല്ലോ, അതാവണമെന്നില്ല. ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ എഴുതുന്ന ഒരാളുടെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ, കാരണം എന്തായാലും പണ്ട് വളരെ നിയതമായൊരു ലീനിയർ സ്വഭാവത്തിൽ
സിനിമകൾ വന്നുകൊണ്ടിരുന്ന കാലത്താണ്. അത് നോൺ ലീനിയർ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ തലപ്പാവ് എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്തത് നോൺ ലീനിയർ പാറ്റേണിലായിരുന്നു. നമ്മൾ സ്ക്രിപ്റ്റും ആ നോൺ ലീനിയർ ലെവലിൽ തന്നെയാണ് അത് എഴുതിയത്. അപ്പം സ്ക്രീൻ പ്ലേ നോൺ ലീനിയറിലും എഴുതാമെന്നുള്ളത് കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ നോൺ ലീനിയറിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തലപ്പാവ് വന്നപ്പോൾ എനിക്ക് ഉണ്ടായതൊരു എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട്. അന്ന് അത്ര പരിചിതമായിരുന്നില്ല ആ ഒരു നരേഷൻ. ഇപ്പോൾ ആളുകൾക്ക് ആ നരേഷൻ മനസ്സിലായപ്പോൾ അവരെന്നോട് തലപ്പാവിനെ കുറിച്ച് വീണ്ടും സംസാരിക്കുന്നുണ്ടെന്നില്ല. അതുപോലെ ഒഴിമുറി ചെയ്ത സമയത്തും ഒരുപാട് ആ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, എൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതൊരു പക്ക ഒരു ലിറ്റററി പീസ് ഓഫ് ആർട്ട് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു ലിറ്ററേച്ചർ ആയിരുന്നു അത്. ആ ലിറ്ററേച്ചറിൽ നിന്ന് എങ്ങനെയാണ് ഒരു സിനിമ ഉണ്ടാക്കിയത് എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ. നമ്മളത് അതിൻ്റെ ഒരു പ്രോസസ്സ്, സിനിമ ഷൂട്ടിൻ്റെ പ്രോസസ്സ് തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഒറിജിനൽ സ്ക്രിപ്റ്റിനകത്തുനിന്ന് ഒത്തിരി മാറ്റങ്ങൾ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ ചെയ്തു പോകുന്നത്. സിനിമ എപ്പോഴും അങ്ങനെ തന്നെയാണ്. സിനിമയ്ക്ക് ഒരു ലിറ്ററേച്ചറുണ്ട്. ആ ലിറ്ററേച്ചർ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എഴുത്തിനകത്ത് വളരെ പരിപൂർണമായിട്ടും ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയാൽ പോലും ആ പ്രോസസ്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു കഥ ലോക്ക് ചെയ്യണം, സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നു. പക്ഷെ ആ ലോക്ക് ചെയ്ത സാധനത്തിനകത്ത് നമ്മൾ പൊളിക്കാറുണ്ട്. പക്ഷെ ആ ലോക്ക് ചെയ്തതിൻ്റെ ഫ്രെയിമിനകത്താണ് നമ്മൾ പൊളിക്കുന്നത്, ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ടുള്ള പൊളിക്കലുണ്ടാവും. അപ്പോൾ ആ പൊളിക്കൽ നമ്മൾ കൃത്യമായിട്ട് മാറ്റി ചെയ്തുകൊണ്ടിരിക്കും. ഫ്രെയിമിന് പുറത്തും നമ്മൾ ചിലപ്പോൾ പൊളിക്കലുണ്ടാവും. ആ പൊളിക്കൽ പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ക്രിയേറ്റേഴ്സിന് നല്ല ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അത്തരം പൊളിക്കൽ സാധ്യത. അതിൻ്റെ ഒഴിവുകൂടി ഞങ്ങൾ അങ്ങനെ പൊളിച്ചൊരു സാധനമാണ്. ഒറിജിനൽ സ്ക്രിപ്റ്റും ചെയ്തതിനകത്ത് ലോക്ക് ചെയ്ത സാധനത്തിനകത്തുനിന്നും പൊളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പോഴും എന്നോട് ആ സിനിമയെക്കുറിച്ച് ഒരുപാട് പേര് സംസാരിക്കുന്നൊരു സിനിമയാണെന്നുള്ളത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് സാർ പിന്നെ തലപ്പാവ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ഈ മധുപാൽ എന്ന് പറയുന്നൊരു നടനെക്കുറിച്ച് മാത്രമേ ആൾക്കാർ ചിന്തിച്ചുള്ളൂ. പെട്ടെന്ന് അങ്ങനെ ഒരു സംവിധായകനിലേക്കുള്ളൊരു ചേഞ്ച് ഓവർ. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പിന്നെ നടനായിട്ട് വന്നത്. അപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നിട്ടുള്ള ഞാൻ സിനിമ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് സിനിമ ചെയ്യാനായിട്ട് ഒരു സമയമെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അഭിനയത്തിൽ നിന്ന് ഇതിലേക്ക് മാറുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് ഉണ്ടാവാനുള്ള. ഞാൻ എല്ലാ സിനിമയിലും അഭിനയിക്കാൻ വന്ന സമയത്തും ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ശരിക്കും ക്യാമറയുടെ പുറകിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ അഭിനയിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് ശരി. കാരണം മുമ്പിലേക്ക് വരും ഞാൻ ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ളത് അപ്പോഴും അതിൻ്റെ ടെക്നീഷ്യൻസുമായിട്ടായിരുന്നു. ഞാൻ ആക്ടേഴ്സിനെ ഇടപെടുന്നേക്കാൾ കൂടി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസുമായിട്ടാണ്. അപ്പം അതിൻ്റെ ആ പ്രോസസ്സ് തന്നെയാണ് ഞാൻ ചെയ്തു പോയിട്ടത്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തു പോകുന്നതും. ഇപ്പോഴും സിനിമ അഭിനയം എന്നതിനപ്പുറത്ത് അഭിനയമുണ്ട്. ഇപ്പോൾ ഡിഫറെൻ്റായ രീതിയിൽ തന്നെയുള്ള ആക്ടിങ് നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ടൊവിയുടെ കൂടെ തന്നെ ഞാൻ അന്വേഷിപ്പേറ്റും കണ്ടെത്തും ചെയ്തു. ആ അച്ഛൻ വേഷം ചെയ്തപ്പോൾ കുറേ പടങ്ങൾ എന്നെ അതേ ക്യാരക്ടർ ചെയ്യാനായിട്ട്, അതുപോലത്തെ ക്യാരക്ടർ ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഷൈൻ നിഗത്തിൻ്റെ ഒരു പടത്തിനകത്തും ഒരു അച്ഛൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു വേറെ തരത്തിലൊരു സ്വഭാവത്തിൻ്റെ ക്യാരക്ടറായിരുന്നു. നായികയുടെ ഫാദറിൻ്റെ ക്യാരക്ടറായിരുന്നു. അപ്പം അതിന് ശേഷവും വീണ്ടും ഈ പള്ളിയിലച്ഛൻ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തു തുടങ്ങിയതാണ് ഞാൻ അഭിനയിച്ചു തുടങ്ങി. ആദ്യത്തെ സിനിമയും രണ്ടാമത്തെ സിനിമയും കാശ്മീരം ചെയ്തു, വാർദ്ധക്യപുരാണം ചെയ്തു. രണ്ടും നന്നായിട്ട് ഓടിയ സിനിമകളായിരുന്നു. അടുത്ത സിനിമകൾ മുഴുവൻ ഞാൻ വില്ലൻ ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. നമുക്ക് തന്നെ മടുപ്പ് തോന്നുന്ന ഒരവസ്ഥ വരും വില്ലൻ കാരണം. പക്ഷെ വില്ലനിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാവണമെന്നല്ലോ. ഒരേ പാറ്റേൺ ആയിരുന്നു ആ സമയത്ത് ചെയ്തു വന്ന സിനിമകൾ. അത് റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് അത്തരം സിനിമകളിൽ നിന്ന് മാറിയതെന്നുള്ളൂ. സാർ, ഇനി ഓണക്കാലത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇപ്പം നമ്മുടെ സർക്കാർ തന്നെ ഓണപരിപാടികളെല്ലാം നമ്മുടെ ഇത്തരത്തിൽ ഓണാഘോഷ പരിപാടികളൊക്കെ വേണ്ടാന്നിരിക്കുന്നു. അപ്പം ഈ കലാകാരന്മാരെ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് ബാധിച്ചിട്ടില്ല. അവർ പലരും പല പരസ്യമായി രഹസ്യമായും അവർക്ക് അതിലുള്ള ബുദ്ധിമുട്ടുകൾ അറിയിക്കുകയുണ്ടായി. അതിനെ എങ്ങനെയാണ് സാർ എപ്പോഴും ഞാൻ ഈ കലാകാരന്മാർക്ക് വേണ്ടി സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയുടെ ബോർഡിൽ ചെയർമാനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് കേരളത്തിലെ കലാകാരന്മാരെ അറിയാം. അവരുടെ ഒരു അവസ്ഥകൾ എനിക്കറിയാം. അത് കാണുമ്പോൾ സത്യത്തിൽ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളാരും വിചാരിക്കുന്ന പോലെ ഇവരാരും എല്ലാം വെൽ ഓഫ് ഒന്നും അല്ല. പലർക്കും ഈ അവരുടെ ക്രിയേറ്റീവ് പാർട്ടിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിത്യജീവിതത്തിന് അവർക്ക് വേറെ ഉപാധി കണ്ടെത്തിയേ പറ്റൂ. എന്തെങ്കിലും ജോലി ഉണ്ടായേ പറ്റൂ.
പലപ്പോഴും ഈ അനുഷ്ഠാന പാരമ്പര്യ കലകളുടെ ഭാഗമായിട്ട് നിന്നു പോകുന്ന ആൾക്കാർക്കാണ് ഏറ്റവും ഇത്തരം ഓണക്കാലം എപ്പോഴും ഇത്തരം കലാകാരന്മാരെ മുഴുവൻ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സീസണാണ്. 10 ദിവസത്തെ ഒരു ഓണം കിട്ടുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു മേളകളായി മാറാറുണ്ട്. ആ മേളകൾ കിട്ടുമ്പോഴാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒരു അടുത്ത കാരണം. ഇപ്പം ഞാനിത് പറയുന്നത് തെയ്യം കലാകാരന്മാരുടെ കാര്യമുണ്ട്. തെയ്യത്തിൻ്റെ സീസണുണ്ട്. ആ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മറ്റു ജോലികളിലേക്ക് പോകേണ്ടവരായി മാറുന്നുണ്ട്. അപ്പോൾ ആ സീസൺ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ മാത്രമാണ് അവർ അടുത്ത ഇതിലേക്ക് പോകുന്നത്. നാടക കലാകാരന്മാർ നാടകത്തിൽ നാടകം ഒരു സീസൺ സാധനമാണ്. ആ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചിലപ്പോൾ 6 മാസത്തേക്ക് അവർക്ക് വേറെ ഒന്നും ചെയ്യാനുണ്ടല്ലോ. അപ്പം ഈ അവർ അടുത്ത റിഹേഴ്സലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകേണ്ടി വരുന്നുണ്ടല്ലോ. പക്ഷേ അവർക്കൊരു വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു സീസണാണ്. അപ്പം ഓണം ഒരു സീസണാണ് ശരിക്കും. ആ ഓണക്കാലത്ത് ഒന്നും കിട്ടാതെ വരുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ സങ്കടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഞാനത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് കോവിഡ് വന്നപ്പോഴും നമ്മുടെ ഈ പ്രളയം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും ഒക്കെ ഈ നമ്മൾ ഇതിൻ്റെ ദുരന്തങ്ങൾ ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് അനുഭവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ കലാകാരന്മാർക്ക് അവരുടേതായ ഒരു വരുമാനം എന്ന് പറയുന്ന സീസൺ ഇല്ലാതാകുന്നത് അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്നത് സത്യത്തിൽ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അവർക്ക് അതല്ലാതെ വേറൊരു ഉപാധിയില്ല, വേറൊരു മാർഗമില്ലാതെ. നമ്മളോട് തന്നെ ഇവിടെ വന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് എങ്ങനെയെങ്കിലും. പക്ഷെ ഞാനെപ്പോഴും ആലോചിക്കുന്നതും എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ഈ ഇല്ലായ്മയിലും അവർ എവിടെയെങ്കിലുമൊക്കെ ഒരു ഒരുക്കമുണ്ടാക്കിക്കൊണ്ട് ചെറിയ തോതിലെങ്കിലും ഈ കലാപരിപാടികളൊക്കെ നടന്നു പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ വിപുലമായ ഒരു അവസ്ഥ ഉണ്ടാവണമെന്നില്ല, ചെറിയ തോതിലൊക്കെ ഇത്തരം കാര്യങ്ങൾ നടന്നു പോകുന്നില്ല. കാരണം ഒരിക്കലും ഈ വലിയ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ. കാര്യം ഇപ്പൊ 2000 കോവിഡ് വരുന്നു, ആ സമയത്ത് സീസൺ കംപ്ലീറ്റ് ഔട്ട് ആവുന്നു. അതിന് 2 വർഷം മുമ്പ് 2018 പ്രളയം കയറി വരുന്നു. അതോടുകൂടി ഇപ്പം ശരിക്കും കലാകാരന്മാരൊന്ന് നടു നിവർത്തി വരുന്നതേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഈ കോവിഡിന്റെ ഒക്കെ ഒരു സാഹചര്യം കൊണ്ട് വിട്ടുമാറിട്ട് ആ ഒരു സാഹചര്യം കൂടെ പരിഗണിക്കുമ്പോൾ ഞാൻ അതാ പറഞ്ഞത്, കോവിഡ് പീരീഡിൽ നമ്മളൊന്നും ചെയ്യാതിരുന്നു. കോവിഡ് കഴിഞ്ഞ് അതിന്റെ 2ാമത്തെ വർഷം 2020-ലും 2021-ലും നമ്മളൊന്നും ചെയ്തില്ല. ഞാനിത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള തിയേറ്ററുകളെ, സിനിമാ തിയേറ്ററുകളായിരുന്നു ഈ കോവിഡ് ഏറ്റവും കോവിഡിന് ശേഷം ബാധിച്ചത്. കാരണം ഇത് രണ്ടും ആൾക്കൂട്ടം വരുന്ന ഇടങ്ങളായിരുന്നു. ആ 2 വർഷത്തോളം ആൾക്കൂട്ടം ഒന്നുമില്ലാതെ അവർ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത്. കാരണം തിയേറ്ററുകളെല്ലാം അടച്ചുപൂട്ടപ്പെട്ടു. അവരുടെ പല എക്യുപ്മെൻസുകളും മാറ്റി ചെയ്യേണ്ടി വന്നു. അതിന് നഷ്ടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ആ നഷ്ടങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടാണ് വരുന്നത്. അപ്പം സിനിമ എന്ന് പറയുന്ന മീഡിയത്തെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നമ്മുടെ 100 സിനിമ വരുന്നില്ല, 100 സിനിമയും ഹിറ്റാവുന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ റോളിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഇപ്പോൾ കലാകാരന്മാർക്ക് അവരുടെ വീണു പോകുന്നൊരവസ്ഥയിൽ ശരിക്കും സർക്കാർ ഒരു തണലായിട്ടൊക്കെ തന്നെ നിൽക്കുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അടച്ചുപൂട്ടപ്പെടുകയൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ പുതിയ സ്ഥലത്ത് തുടക്കം ഉണ്ടാവും. തുടക്കം മാത്രമല്ല, തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ അമ്പലങ്ങളും ആരാധനാലയങ്ങളുടെ പറമ്പുകളിലും എല്ലാം കാർണിവലുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ പോയിരുന്നു. കണ്ണൂർ ഓണത്തോടനുബന്ധിച്ച് ഒരു കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പം അവിടെയും ഈ ജീവിച്ചു പോകാനുള്ള കലാപ്രവർത്തനങ്ങളൊക്കെ ചെറിയ തോതിൽ നടക്കുന്നുണ്ട്. അപ്പം നടന്നു പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടൊരു മൂടപ്പെട്ട അന്തരീക്ഷമൊന്നും ആയിരിക്കില്ല. എവിടെയൊക്കെയാണെങ്കിലും നമ്മൾ സർക്കാർ തലത്തിൽ ചിലപ്പോൾ ഓണ പ്രോഗ്രാം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ എന്നാൽ അതിനോടനുബന്ധിച്ചുള്ള ഇപ്പോൾ തൃശ്ശൂർ പുലികളി നടത്താൻ അനുവാദം കിട്ടി. അതുപോലെ ഇടങ്ങളിലൊക്കെ ചെറിയ അനുവാദങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തന്നെയാണ്. കാരണം പരിപൂർണമായിട്ടും ഒരു കൊട്ടിയടക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമായിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിൻ്റെ ഒരു ഓണക്കാലം എങ്ങനെയാണ്? അല്ല, എൻ്റെ ഓണക്കാലം എന്താണ്, കുട്ടിക്കാലം മുതൽ നമ്മൾ പറയില്ല, ഇപ്പം എല്ലാ കാലങ്ങളും ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഓണക്കാലം എന്ന് പറയുന്നത് സിനിമയുടെ കാലമാണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഓണത്തിനാണ് അതിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ പടങ്ങൾ റിലീസ് ചെയ്തിരുന്ന ഒരു കാലമാണ്. എൻ്റെ അച്ഛനൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കുട്ടിക്കാലം പോലും ഞാനിത് കാണുന്നുണ്ട്. അപ്പം നമ്മുടെ നിൽക്കുന്ന ആ പ്രദേശത്ത് ആ തിയേറ്ററിൽ മാത്രമല്ല വേറെയും തിയേറ്ററിൽ പടങ്ങളുണ്ട്, അതിനപ്പുറത്തെ തിയേറ്ററുകളിലും പടമുണ്ട്. ഓടി നടന്ന് സിനിമ കാണാൻ പറ്റുന്ന ഒരു കാലമാണ് സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഓണക്കാലമല്ല. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇറങ്ങുന്ന എല്ലാ സിനിമകളും
തിയേറ്ററിൽ പോയി കാണുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന ഒരു ഓണത്തിൻ്റെ ഓർമ്മകൾ. പിന്നെ എപ്പോഴും ഉണ്ടാവില്ലേ നമ്മൾക്ക് വെക്കേഷൻ, ഓണം ഒരു 10 ദിവസത്തെ ഒരു വെക്കേഷനാണ്. ആ വെക്കേഷൻ കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ എന്നെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. യാത്രകൾ ധാരാളം ഉണ്ടായിരുന്നു എന്നുള്ള ആ പീരീഡുകളിലൊക്കെ. ഇതിൻ്റെ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ആ യാത്രകളിലും നമ്മൾ പോകുന്ന രാത്രികാലങ്ങളിൽ അവിടെയുള്ള ഏതെങ്കിലും തിയേറ്ററിൽ പോയി സിനിമ കാണും. പല അങ്ങനെ ഒന്നിച്ച് വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് പോയാൽ പോലും രാത്രി സെക്കൻഡ് ഷോ സിനിമ കണ്ടിട്ട് വന്ന് കിടന്നുറങ്ങുന്നൊരു ശീലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മലയാളം പടങ്ങൾ മാത്രമല്ല ഞങ്ങൾ കണ്ടിരുന്നത്. എൻ്റെ അച്ഛൻ ഞങ്ങളെ കാണിക്കാൻ കൊണ്ടുപോയിരുന്നത് മലയാള പടം മാത്രമല്ല, ഹിന്ദിയും ഇംഗ്ലീഷും തമിഴും തെലുങ്കും കന്നഡയും വരെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അതിനനുസരിച്ചുള്ള യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ യാത്രകളിൽ നമ്മൾ ഈ സിനിമകളെല്ലാം കണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് ഓരോ ലാംഗ്വേജിലെയും സിനിമകളുടെ സ്വഭാവങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് എൻ്റെ ചെറുപ്പം പോലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അത് എനിക്ക് അച്ഛൻ തന്ന ഒരു പാഠം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാൾ സിനിമ സംവിധാനം ചെയ്തപ്പോൾ ആദ്യത്തെ സിനിമ തലപ്പാവായിരുന്നു. തലപ്പാവ് ഒരു കൺവെൻഷൻ പാറ്റേണിലൊരു സിനിമയായിരുന്നില്ല. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള, ഒത്തിരി പേര് എന്നെ അറിയാത്ത, അല്ലെങ്കിൽ എൻ്റെ ഒരു പാസ്റ്റും എൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡ് ഒന്നും അറിയാത്ത ചില ആൾക്കാർ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ ഈ വില്ലൻ വേഷം ചെയ്തിരുന്ന ഒരാൾ ചെയ്തൊരു സിനിമ എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു പാസ്റ്റ് ഉണ്ട്, സിനിമ കണ്ട് ശീലങ്ങളുണ്ട്, വായിച്ച ശീലങ്ങളുണ്ട്, ഞാൻ എഴുതുന്ന എഴുത്തിൻ്റെ ഒരു ശീലമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്കിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ വളർന്ന സാഹചര്യത്തിൽ കൂടി ഉണ്ടാണ്. അപ്പോൾ അത് ഓണമും ആയാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഏത് കാലത്തും ആ സീസണൊക്കെ നമ്മൾ കണ്ടുപോകുന്ന സിനിമകൾ കൂടി ചേർത്തിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ഒരു പുതുമ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക്. അത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പക്ഷേ റെലവൻ്റായിട്ട് ഭയങ്കരമായ ഒരു രാഷ്ട്രീയത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. നമ്മൾ എല്ലാ ആളുകൾക്കും പൊളിറ്റിക്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും പൊളിറ്റിക്സ് ഉണ്ട്. അതെ, പൊളിറ്റിക്സ് ഇല്ലാത്ത മനുഷ്യൻ ശരിക്കും ഒരു വേസ്റ്റ് ആണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഒരു അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത് രാഷ്ട്രീയവാദം എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് അരാഷ്ട്രീയം എന്നല്ല. ഈ നോൺ പൊളിറ്റിക്സിൻ്റെ സാധനങ്ങളിൽ ഉണ്ടാകുമ്പോൾ പൊളിറ്റിക്സ് ഇല്ലാത്തൊരു മനുഷ്യൻ എന്ന് പറയുന്നത് തീർച്ചയായും എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഒരാളാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തോടോ നമ്മുടെ ചുറ്റുപാടിനോടും നമ്മുടെ സഹജീവികളോടും നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് അത് ആ സമൂഹം നമ്മൾ പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണമെന്ന് തോന്നും, ചിലത് നീതി നിഷേധമാണെന്ന് മനസ്സിലാക്കും, ചിലത് ഒട്ടും ഗുണകരമല്ല എന്നുള്ളത് തിരിച്ചറിവുണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് എൻ്റെ സിനിമകളും എൻ്റെ എഴുത്തുന്നതും. സാർ തമിഴ് സിനിമകളെക്കുറിച്ചും ഹിന്ദി സിനിമകളെക്കുറിച്ചും പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ചില മലയാള സിനിമയെ കാർന്ന് തിന്നുകൊണ്ട് ഒരു വശത്തു നിന്നും മറ്റ് അന്യഭാഷാ സിനിമകൾ ഒരുപാട് വന്ന് സക്സസ് ആയി പോകുന്നുണ്ട്. അതിനെ സാർ പോസിറ്റീവായിട്ടാണോ കാണുന്നത്, നെഗറ്റീവായിട്ടാണോ കാണുന്നത്? ബോട്ട് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നു, അതിന് മുമ്പ് KGF 1ഉം 2ഉം നമുക്കിവിടെ ഭയങ്കര സാമ്പത്തിക, രാജമൗലിയുടെ ബാഹുബലി പോലുള്ള സിനിമ ഹിറ്റാവുന്നു. അപ്പോഴൊക്കെ നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു വിജയത്തിനെ അത് കാർന്നു നിന്നുകൊണ്ട് പോകുന്നതാണ്. ഞാൻ അങ്ങനെ ഒരിക്കലും കാണുന്നില്ല. എന്തറിയോ, ഓഡിയനാണ് ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഓഡിയനാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ അവർ പല ആവർത്തി കാണും, ഇഷ്ടപ്പെടാത്തത് അവർ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അത്രയേ ഉള്ളൂ ഇതിനകത്ത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് തമിഴാകട്ടെ ഞാനൊരു കാര്യം കൂടെ ഏറ്റവും കൂടുതൽ പറയാവുന്നതിന്, കോവിഡ് പീരീഡ് ആളുകളുടെ സ്വഭാവത്തെ വല്ലാതെ മാറ്റിയിട്ടുണ്ട്. അവരുടെ വിഷ്വൽ സെൻസിനെ മാറ്റിയിട്ടുണ്ട്. കാരണം തിയേറ്റർ ഇല്ല. അപ്പം അവൻ അതുവരെ കണ്ടുവന്ന ശീലങ്ങളിലുണ്ടായിരുന്ന മലയാള പടങ്ങളോ ഒന്നുമല്ല. ആ പടങ്ങളായിരുന്നു കുറേ. വീടുകളിലെ അമ്മമാരും അമ്മൂമ്മമാരും അടക്കം അവരുടെ മക്കൾ പിന്നെ പുറത്തു പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെയുള്ള ടെലിവിഷൻ സ്ക്രീനുകളിൽ OTT പ്ലാറ്റ്ഫോം വന്ന സമയമാണോ, ആ സമയത്ത് ധാരാളം അന്യഭാഷാ സിനിമകൾ അവർ കണ്ടു തുടങ്ങി. അപ്പോൾ ആ കാഴ്ച അവരുടെ സ്വഭാവത്തെ മാറ്റിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആണ്, ഒരു ദിവസമല്ല, ഒരു വർഷത്തോളം ഈ രീതിയിൽ കണ്ടുപോകുന്നതാണ് ശീലമുണ്ടാക്കി. ആ ശീലത്തിൽ അതുവരെ കണ്ട മലയാള സിനിമയല്ല ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു ഭാഷാ സിനിമകൾ എന്ന് അവർ തിരിച്ചറിവുണ്ടെന്ന്. ആ തിരിച്ചറിവിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ കൾച്ചർ മാറുന്നത്, സിനിമയുടെ സ്വഭാവം മാറുന്നുണ്ട്. അപ്പോൾ അത് കാണുന്ന ഒരു ഓഡിയൻ്റെ അടുത്തേക്ക്
നമുക്ക് നമ്മുടേതായ വേറെ തരത്തിലൊരു വിഷ്വൽ സെൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരം പാരം. ഇപ്പം എന്തുകൊണ്ട് ഒരു പീരീഡിൽ മലയാള സിനിമയ്ക്കകത്ത് വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നത് ടെലിവിഷൻ സീരിയലിൻ്റെ സ്വഭാവം തന്നെ ഉണ്ടായിരുന്ന മലയാള സിനിമകളുണ്ടായിരുന്നു. അന്ന് ടെലിവിഷൻ വളരെ വീക്കായിരുന്നു, ടെലിവിഷൻ്റെ സീരിയൽ പോലും വീക്കായിരുന്നു. കാരണം ഷോട്ടുകൾ പോലും ഒന്നില്ല, വെറുതെ ക്ലോസപ്പ് ഷോട്ടുകൾ മാത്രം വെച്ചുകൊണ്ട്. ഇന്ന് ടെലിവിഷൻ സീരിയൽസ് പോലും മാറിയിട്ടുണ്ട്. അവർ മറ്റൊരു തരത്തിലുള്ള സിനിമയുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ തന്നെ ടെലിവിഷൻ സീരിയൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ മറികടക്കാൻ പറ്റുന്ന സിനിമ സെൻസ് ഉണ്ടായാൽ മാത്രമാണ് ആ സിനിമകൾ കാണുക. അപ്പോൾ അതിനെ മറികടക്കുന്ന സിനിമകൾ ഉണ്ടാവുന്നു. അത് ചിലപ്പോൾ മേ ബി അന്യഭാഷയിലായിരിക്കാം, നമുക്കും ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിലും അതുപോലെ ഈ അന്യഭാഷകളോട് കിടപിടിക്കാൻ പാകത്തിലുള്ള മലയാള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. വളരെ ഡിഫറെൻ്റായ രീതിയിൽ കഥ പറയുന്ന നരേഷൻസ് ഉള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ആ സിനിമകൾ ഓടുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞിട്ട്, ഇപ്പം നമ്മൾ പറയുന്ന ഒരു സർവൈവൽ ഫിലിമായിട്ടുള്ള മഞ്ഞുമ്മൽ ബോയ്സ്, അവർ സർവൈവൽ, അതുവരെ മലയാള സിനിമയിൽ അങ്ങനത്തെ സർവൈവൽ സ്വഭാവത്തിലുള്ള സിനിമകൾ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഹോളിവുഡിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും സർവൈവൽ ഫിലിംസ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ എക്സ്പെരിമെന്റ് ആയിരുന്നു അത്. അപ്പോൾ ആ എക്സ്പെരിമെന്റ് അവൻ അതിനെ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? നമ്മൾ ആലോചിക്കും, ഒരു കുഴിയിൽ വീണ ഒരുത്തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ ബഹളം ഉണ്ടാക്കണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സിനിമ ആലോചിക്കണം. അത്രയുള്ള കഥ ആലോചിച്ചത്. പക്ഷെ അതിൻ്റെ മേക്കിംഗ് കൊണ്ടും അതിൻ്റെ നരേഷൻ കൊണ്ടും മാറ്റിയെടുത്തത്. കാരണം എന്തുകൊണ്ടാച്ചാൽ അവൻ ഈ ആളുകൾ അത് കണ്ട് ശീലമുണ്ടാക്കുന്നത് വെറും ഒരു നമ്മൾ പറയുന്ന ഇമോഷണൽ ഇതുകൊണ്ട് മാത്രമല്ല, അതിന് സമാനമായിട്ടുള്ള കുറേ സർവൈവൽ ഫിലിംസ് ഈ കോവിഡ് പീരീഡിൽ അവൻ കണ്ടിട്ടുണ്ട്. അവരെ അമ്മമാർ കണ്ടിട്ടുണ്ട്, അമ്മമ്മമാർ കണ്ടിട്ടുണ്ട്, അവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പിള്ളേരിരുന്ന് കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ടത് ഏറ്റവും പുതിയ ജനറേഷൻ കയ്യിൽ മൊബൈലിലിരിക്കുന്ന സ്ഥലത്ത് പോലും ആ മൊബൈലിൽ പോലും സിനിമകൾ കാണുന്നൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ സിനിമകൾ കാണുമ്പോൾ അത് അമ്മമാർക്കും അമ്മൂമ്മമാർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ കഥയല്ല അതല്ലാത്തൊരു കഥയുണ്ട് എന്ന് അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനോട് അട്രാക്റ്റഡ് ആകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലാണ്. വിഷ്വലിൽ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ആ വിഷ്വലിൻ്റെ സ്വഭാവങ്ങളിൽ എന്തെങ്കിലും ഒരു പുതുമയുണ്ടാവണം. സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന വഴികളല്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന സിനിമകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഓഡിയൻസ് അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ആ സിനിമ എന്ന് മാറിയത്. ഇതുപോലെ തന്നെയാണ് ഇത്തരം ചില സിനിമകൾക്കും എല്ലാം ഉണ്ടായിട്ടുള്ള ഗുണം അതാണ്. വെറും ഒരു ഫൺ മൂവി മാത്രം പറഞ്ഞു പോയല്ലോ, ആ ഫണ്ണിനകത്തൊരു എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവണം എന്നുള്ളത് വരുമ്പോൾ മാത്രമാണ് ആ സിനിമ. അതിൻ്റെ ഏറ്റവും രസം മിന്നൽ മുരളി ഒരു ഫൺ മൂവിയാണ്. ആലോചിച്ചാൽ ഭയങ്കര രസമായിട്ട് ഹ്യൂമറസ് ആയിട്ട് കുട്ടികളുടെ കാഴ്ചപ്പാടിൽ ആ സിനിമ ആലോചിക്കാം. നമുക്ക് വളരെ ഒരു ചൈൽഡിഷ് സൂപ്പർമാൻ സ്വഭാവത്തിലേക്ക് നമുക്ക് ആ സിനിമയെ കാണാം. എന്നാൽ അതേസമയം തന്നെ അതിനകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു വലിയ സന്ദേശമുണ്ട്. നന്മയും തിന്മയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്. അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. വലിപ്പമുണ്ട്. ആ വലിപ്പം തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് അതിനകത്തുണ്ട്. അതുകൊണ്ട് ആ പടവും ഓടുന്നുണ്ട്. ആലോചിക്കണം, അതൊരു OTT വന്ന ഒരു സിനിമയായിരുന്നു എന്ന് ആലോചിക്കണം. എന്നിട്ടും ഇത്രയും വൈഡായിട്ടുള്ളൊരു റീച്ച് ഉണ്ടായത് എന്തുകൊണ്ടാണ്? ആ സിനിമ പറയുന്ന മേക്കിംഗ് കൊണ്ടും അതിൻ്റെ കണ്ടന്റ് കൊണ്ടും തന്നെയാണ്. സാർ, അതുപോലെ ഈ കോവിഡിന് ശേഷം ഉണ്ടായ ഒന്നാണല്ലോ ഈ സോഷ്യൽ മീഡിയ വിപ്ലവം, റെവല്യൂഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ. അതിനെ സാർ എങ്ങനെയാണ് നമുക്ക് കാണുന്നത്? അതിൻ്റെ ഒരു പോസിറ്റീവ് അല്ല, ഞാൻ അതിന് ഇത് പറയാം. ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു മീഡിയം 2009 കേരളത്തിൽ സജീവമായിട്ട് വരുന്ന സമയത്ത് ഞാൻ 2010 അതിനെ ബേസ് ചെയ്തിട്ട് നോവൽ എഴുതിയിട്ടാണ് ഞാൻ. അപ്പം ഞാൻ അന്ന് ആ നോവൽ എഴുതുന്ന സമയത്ത് തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇതിൻ്റെ പോസിറ്റീവ് ഉണ്ട്, ഇതിൻ്റെ നെഗറ്റീവ് ഉണ്ട്. ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു, ഒരാളുടെ കയ്യിൽ നമുക്കൊരു ആയുധം കിട്ടുമ്പോൾ ആ ആയുധത്തെ ഉപയോഗിക്കുന്ന രീതികളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നന്മയിലേക്കും തിന്മയിലേക്കും കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ എല്ലാ കാലത്തും പുതിയ പുതിയ ടെക്നോളജികൾ ഉണ്ടാക്കുമ്പോൾ ഇനി പറയാം, ഐ റോബോട്ട് എന്നൊരു സിനിമ ഉണ്ട്. ഞാനത് പറയാം, അന്ന് റോബോട്ടുകളാണ് കാര്യങ്ങളെല്ലാം വീടുകളിലെ കാര്യങ്ങൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടെക്നോളജിയിൽ ഏറ്റവും നല്ലത് ഒരു ആൾ സഹായമായിട്ട്, ആരുമില്ലാത്ത ഒരാൾക്ക് ഒരാൾ സഹായമായിട്ട് റോബോട്ടിനെ ഉപയോഗിക്കാം എന്ന് പറയുന്ന തരത്തിലേക്ക് ആ സിനിമ ഉണ്ട്. പക്ഷെ അതിനകത്ത് ഒരു റോബോട്ടിന് ഇത്തിരി ചിന്ത മാറിപ്പോയാൽ ഉണ്ടാകുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ എല്ലാ ടെക്നോളജിയിലും ഇതുണ്ട്. അപ്പം നന്മയ്ക്കും തിന്മയ്ക്കുമായിട്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും. അത്
ഇന്ന് ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ ആണെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ഒരു ടെക്നോളജി ആയിരിക്കും ചിലപ്പോൾ ഇതിനെ മാറ്റാൻ പോകുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ AI ഉപയോഗിച്ചുകൊണ്ട് സംഗീതം വരെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഒരു വരി കൊടുത്ത് അതിനെ ട്യൂൺ ചെയ്ത് പിന്നെ പാട്ട് പാടിയിട്ട് നമ്മുടെ കയ്യിൽ റെക്കോർഡ് ചെയ്ത് തരാൻ ഒരു വലിയ പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ആ പ്രോസസ്സ് ഒന്നുമില്ല. നമ്മൾ വരി കൊടുക്കുന്നു, നമുക്ക് വേണ്ട സാധനം എന്താണെന്നു AI പറയുന്നു, AI ട്യൂൺ ചെയ്ത് പാട്ട് പാടിയിട്ട് നമ്മുടെ കയ്യിലേക്ക് തരുന്ന അവസ്ഥകൾ വരെ ഉണ്ടാവുന്നുണ്ട്. ഇന്നയാളുടെ ശബ്ദത്തിൽ വേണം എന്ന് പറഞ്ഞാൽ പോലും ആ ശബ്ദത്തിലേക്ക് ആക്കി മാറ്റാനുള്ള ടെക്നോളജി ആയി കഴിഞ്ഞു. ഈ ഗോട്ട് എന്ന് പറഞ്ഞ വിജയുടെ പടത്തിനകത്തും ഭാവതന്നെയുടെ ശബ്ദം ഉപയോഗിക്കപ്പെട്ടതും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഇത് നമുക്ക് പലതരത്തിലും ഇതിൻ്റെ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഏത് വേണം ഏത് വേണ്ട എന്ന് തീരുമാനിക്കുന്നതും അൾട്ടിമേറ്റ് ആയിട്ടും മനുഷ്യൻ തന്നെയാണ്. അവൻ്റെ ചിന്തയെയും അവൻ്റെ ഭാവനയെയും ഒരു ടെക്നോളജിക്കും കാരണം ഒരു ടെക്നോളജി കൊണ്ടും മാറ്റാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഉദാഹരണമല്ല സാറ് വെബ് സീരീസ് ഒക്കെ ഒരുപാട് വാച്ച് ചെയ്യുന്ന ഒരാളല്ലേ. അപ്പോൾ ആ വെബ് സീരീസിന്റെ കണ്ടന്റുകൾ ചിലത് കാണുമ്പോൾ സാറിന് എന്താ തോന്നുന്നത്? വെബ് സീരീസ് എല്ലാ കാലത്തും ഇതുപോലെ കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെയും മുകളിൽ നിൽക്കുന്ന ഒരു ആർട്ട് ഫോമാണ് വെബ് സീരീസ്. വിദേശത്തുള്ള വെബ് സീരീസ് മുഴുവൻ സിനിമയ്ക്കും മുകളിലാണ്. അതിനകത്ത് ചിലപ്പോൾ നമ്മളിവിടുത്തെ 10 കോടി രൂപ മുടക്കിയിട്ടൊക്കെ ഒരു എപ്പിസോഡ് ചെയ്യുന്ന സിനിമ ഉണ്ട്. ആ 10 കോടി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മലയാള സിനിമ ചെയ്യാമെന്നുള്ളതാണ്. അതെ, ശരിയാണ്. അതവിടെ ആകെ 1 മണിക്കൂറിനുള്ള ഒരു എപ്പിസോഡ് ചെയ്യാനായിട്ട് 10 കോടി മുടക്കുന്ന വെബ് സീരീസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ലോകവ്യാപകമായിട്ട് വിറ്റുപോകുന്നത് കണക്കും. എപ്പോഴും അറിയാം, ആളുകളെ രസിപ്പിക്കുന്ന കഥകൾ, ആളുകളെ മെസ്മറൈസ് ചെയ്യുന്ന കഥകൾ, അത് തീർച്ചയായിട്ടും ലോകത്തിൻ്റെ ഏത് മൂലയിലുള്ള ഏത് മനുഷ്യനും, അത് ചെറിയ കുട്ടി മുതൽ വലിയ ആളിന് വരെ രസിപ്പിക്കുന്നൊരു കണ്ടന്റ് ആയിരിക്കും. അത് എപ്പോഴും 2 തരത്തിലാണ്. ഒന്ന് ഫാൻറ്റസിയും പിന്നെ ഒന്ന് ക്രൈമുമാണ്. ഈ 2 കാര്യങ്ങളാണ് എപ്പോഴും ആളുകളെ വിസ്മയിപ്പിച്ചിട്ടുള്ളത്. ക്രൈം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എപ്പോഴും ആര് ചെയ്തു, എന്തിനാ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം എല്ലായ്പ്പോഴും ഉണ്ട് നമ്മുടെ ഉള്ളിൽ. ആരത് ചെയ്തത്, എന്തിനത് ചെയ്തത് എന്ന് പറയുന്നൊരു വേവലാതി ഉണ്ട് അതിനകത്ത്. മറ്റത് ഒരു മാജിക് കാണുന്നത് പോലെ നമ്മൾ ഈ ഫാന്റസി കണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെയാണ്. ഓണക്കാലത്ത് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട്? എൻ്റെ ഓണക്കാലത്തല്ല, എല്ലാ കാലത്തും ഓണം പോലെ ആയി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എല്ലാ മനുഷ്യനും അവൻ്റെ സങ്കടങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ദുരിതങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഓണത്തിനകത്തുള്ള സമയത്ത് നമ്മളിതെല്ലാം ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസമെങ്കിലും നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നുണ്ട്. പഴയ കാലത്ത് തന്നെ കാണാൻ പറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്ന ഒരു പഴയ ഫ്രേസ് ഉണ്ടെന്നുള്ള. അപ്പോൾ ഈ കയ്യിൽ അത്രയും കാലം സൂക്ഷിച്ച് വെച്ചത് മുഴുവൻ എടുത്തിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിലും എല്ലാ കാലത്തും ഓണമാകുന്ന ഒരവസ്ഥ ഉണ്ടാകണമെങ്കിൽ മനുഷ്യൻ ഒരുപാട് നല്ല രീതിയിൽ തന്നെ പെരുമാറേണ്ടിക്കണം. ഞാൻ കോവിഡ് വന്നപ്പോൾ വിചാരിച്ചു ഈ ആളുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയി, അവരെല്ലാം തിരിച്ചു പിടിച്ച് എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഭയങ്കര ഐക്യമുണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല. എനിക്ക് ഭയങ്കര പേടിയും തോന്നുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ പറയില്ല, നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉള്ളൊരു നന്മയുടെ വശം മറ്റുള്ളവരിലേക്ക് നമുക്ക് പകരാൻ പറ്റുമെങ്കിൽ ഈ പറയുന്നതെല്ലാം മാഞ്ഞു അല്ല, ഇന്നും ഈ മാറ്റമില്ലാത്തൊന്ന് മാറ്റം നമ്മൾ ഈ പറയുന്ന ദിവസവും കടന്നു പോകും, ഇന്നത്തെ ദുരന്തങ്ങളും കടന്നു പോകും. അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റായിട്ട് നിലനിൽക്കാൻ പോകുന്നത് 2 മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹവും ഐക്യവും തന്നെയാണ്. അത് എല്ലാ കാലത്തും ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എല്ലാ ഓണക്കാലത്തും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുണ്ടാവുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ ഈ പറയുന്ന എല്ലാ മനുഷ്യരും ഒന്നുപോലെ എന്ന് പറയുന്ന പഴയ ആ ഫ്രേസിലേക്ക് എത്തുക എന്നുള്ളതാണ്. തീർച്ചയായും ഓണക്കാലം സന്തോഷത്തിൻ്റെ കാലമാണ്. ഈ നമ്മുടെ അത് പലതരത്തിലാണ്. ഈ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന സമയത്തായതുകൊണ്ട് തന്നെ ഭയങ്കരമായ ഒരു ഫ്ലറിഷ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അത് നിലനിൽക്കാൻ നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ചെയ്താൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. ജാതി മതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ അറിയില്ലല്ലോ അവൻ്റെ ജാതി എന്താണെന്ന്. വളർന്നു വരുമ്പോഴാണല്ലോ ഈ ജാതിയിലെയും മതത്തിലേക്കൊക്കെ അവൻ മാറുന്നത്. ആ പ്രോസസ്സ് ഇല്ലാതെ പോകട്ടെ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഞാൻ ഇലാമാപ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞത് കാരണം അതിനകത്ത് ഉണ്ടായിരുന്ന കുരു പിന്നെ വിഷമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച സാധനങ്ങളായിരുന്നു. അതെ,
അതാണ് വിഷം, അത് കുഴപ്പമില്ല. അത് എന്ന് പറഞ്ഞ സാധനങ്ങളായിരുന്നു. കാരണം പക്ഷേ വിഷം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ ഭംഗിയുള്ള സുന്ദരമായി കാണുന്നതെല്ലാം നല്ലതാണെന്ന് കരുതരുത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിനകത്തുനിന്നുള്ള. വളരെ നന്ദി സർ. എന്തായാലും സന്തോഷമുണ്ട്. യോഗനാഥത്തിൻ്റെ പ്രേക്ഷകരും യോഗനാഥത്തോടൊപ്പം പോകുന്ന എല്ലാ മനുഷ്യരും ഏറ്റവും നന്നായിട്ട് തന്നെ ജീവിക്കാൻ അവൻ്റെ മനസ്സിന് കഴിയട്ടെ, അവരൊരുമിച്ച് നിൽക്കാനുള്ള ശ്രമമുണ്ടാവട്ടെ. ആ ശ്രമത്തിലൂടെ നമ്മുടെ നാടിനെ ഐക്യപ്പെടുത്താൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.